നമസ്കാരം. മലയാളം 104.6 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവിലത്തെ പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അനുരഞ്ജന ശ്രമം അനുകൂലമായുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാനും പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ഏറ്റെടുത്ത ദൗത്യം ഭംഗിയാക്കി തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായ വിളവെടുപ്പ് മനസ്സമാധാനത്തിനും പുതിയ സംവിധാനം അവലംബിച്ചുകൊണ്ട് വിപുലീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾക്ക് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും യോഗമുണ്ട്. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് ഭക്ഷണക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും യോഗമുണ്ട്. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗിക തലത്തിൽ ശമ്പള വർധനവോടുകൂടി മറ്റൊരു സ്ഥാപനത്തിൽ ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗത്തിന് അവസരങ്ങൾ ഉണ്ടാകും. വ്യക്തമായ ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയത്തിന് വഴിയൊരുക്കും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും കൃതാർത്ഥതയും ഉണ്ടാകും. കഫനീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന ചിലർക്ക് ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ട് പരിശ്രമിക്കുവാനിടവരും. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഔദ്യോഗിക തലത്തിൽ കൂടുതൽ ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി പൂർത്തീകരിച്ചാലും ഉദ്ദേശിച്ച പോലെ ഉദ്യോഗം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി മറ്റ് പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടവരുന്നത് വഴി മാനസികമായിട്ട് പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളും വന്നു ചേരുവാനിടവരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരങ്ങൾ ഉണ്ടാകുന്നത് വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൃതാർത്ഥതയും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി പുതിയ ഉദ്യോഗ അവസരത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനും യോഗമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം
തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഔദ്യോഗികമായ യാത്രകളെല്ലാം പുനരാരംഭിക്കുവാനും സാധ്യതയുണ്ട്. അപകീർത്തി ഒഴിവാക്കുവാൻ സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ യോഗം കാണുന്നു. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിച്ച് തൊഴിൽ മണ്ഡലങ്ങളിൽ സമൂല പരിവർത്തനത്തിന് തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും യോഗമുണ്ട്. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ അവസരമുണ്ടാകും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായ വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിനാൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. യാത്രാവേളകളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗമുപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളെ തുടങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കല, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് 6 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന മത്സരരംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ചിത്രയുടെ ഒടുവിലത്തെ 2 പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധമായ പരിശോധനയുടെ ഭാഗമായിട്ട് 2-3 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ 1 വർഷമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഇനി 1 വർഷത്തേക്ക് അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി എല്ലാ മേഖലകളിലും ഒരു ക്രമീകരണവും നിയന്ത്രണവും അവലംബിക്കാനിടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. സഹപാഠികളോടൊപ്പമോ സഹപ്രവർത്തകരോടൊപ്പമോ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരുമെങ്കിലും വാഹന ഉപയോഗം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും കഠിന പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുവാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനും മാതൃകാപരമായി തീരുവാനും അവസരങ്ങളുണ്ടാകുന്നത് കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. മാതാവിന് അസുഖം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് അവധിയെടുത്ത 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. നിഷ്പ്രയാസം സാധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് അകാരണമായിട്ടുള്ള കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുന്നത് വഴി മനസ്സിന് സ്വസ്ഥത കുറയും. ബന്ധുക്കൾക്കിടയിലുള്ള വാക്ക് തർക്കത്തിന് അനുരഞ്ജന ശ്രമം അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുവാനിടവരും. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ ഏതൊരു കാര്യം പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്.
മൂലം, പോരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും. ജോലി രാജിവെച്ച് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായ അന്വേഷണത്താൽ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ യോഗമുണ്ട്. ഉദ്യോഗ അവസരം കുറവുള്ള രാഷ്ട്രത്തിൽ നിന്നും പിന്മാറി മറ്റ് രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അനുകൂലമായ അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി ഭരണ സംവിധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അറിവുള്ള വിഷയങ്ങളാണെങ്കിലും പരീക്ഷയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യതകൾ വളരെ കുറയും. മേലധികാരി ഏൽപ്പിച്ചതായുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നു. ഗർഭിണികൾക്ക് ഇനിയൊരു മാസം പൂർണ്ണ വിശ്രമം വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുവാനിടവരും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. ആശയവിനിമയങ്ങളിൽ സുവ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാ മേഖലകളിലും വന്നു ചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമായി പര്യവസാനിപ്പിക്കുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയ ചുമതലകൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗമുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിൽ ചേരുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പോരോരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് അനുവർത്തിച്ചു വരുന്ന പ്രചരണ രീതികൾക്ക് അനുകൂലമായിട്ടുള്ള അന്വേഷണങ്ങൾ വന്നു ചേരുവാനിടവരും. 2025 പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും യോഗമുണ്ട്. ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. പൂരോരുട്ടാതിയുടെ ഒടുവിലത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ലാഭം കുറവുള്ള കരാറ് ജോലികളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ പലതും വിട്ടുപോകുവാനിടയുള്ളതുകൊണ്ട് എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും യോഗമുണ്ട്. ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. നമസ്കാരം.